മാസ്റ്റർ അക്കാദമിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഒപ്റ്റിക്സ്, അതുപോലെ തന്നെ ഡ്യുവൽ നേച്ചർ, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങിയ പോർഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കി പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ്. ഒരു ടെലസ്കോപ്പിൻ്റെ റിസോൾവിംഗ് പവർ നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടെലസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ ആർ പി ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. നമ്മുടെ ടെലസ്കോപ്പിന്റെ റിസോൾവിംഗ് പവറിന്റെ ഇക്വേഷൻ എന്താണ്? റിസോൾവിംഗ് പവർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. ക്യാപിറ്റൽ ഡി എന്തായിരുന്നു? ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവിന്റെ ഡയമീറ്ററെയാണ് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. വേർ ലാംഡ ഈസ് ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, റിസോൾവിംഗ് പവർ ഓഫ് ടെലസ്കോപ്പ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ഏതാണ്? ഡി ഇൻക്രീസ് ചെയ്താൽ പോരെ? അതായത് ഒബ്ജക്റ്റീവിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെലസ്കോപ്പിൻ്റെ റിസോൾവിംഗ് പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ദ ഡയമീറ്റർ ഓഫ് ദി ഒബ്ജക്റ്റീവ്. ബി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പോളറൈസേഷൻ ഓഫ് ലൈറ്റ് പ്രൂവ്സ്. ലൈറ്റിൻ്റെ പോളറൈസേഷൻ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: കോർപ്പസ്ക്യുലാർ നേച്ചർ ഉണ്ട്, ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഏതാണ്? ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ? ട്രാൻസ്വേഴ്സ് വേവ്, അതായത് ഇങ്ങനെ വരുന്ന വേവ്, ഇതിനാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ലോഞ്ചിറ്റ്യൂഡലിലും ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡൽ എന്തായാലും അല്ല. അപ്പോൾ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ് ആര് പ്രൂവ് ചെയ്യുന്നത്? പോളറൈസേഷൻ ഓഫ് ലൈറ്റ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ പല ആളുകൾക്കും സംശയം വരാം, എന്താണ് ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റ് അല്ലേ എന്നുള്ളൊരു സംശയമൊക്കെ വരാം. ക്വാണ്ടം നേച്ചർ അല്ല, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയുമ്പോഴാണ് അവിടെ ക്വാണ്ടം കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ പറയുന്നത്. അപ്പോൾ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഉണ്ട്: എ ലേസർ ബീം ഈസ് കൊഹറന്റ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ്. ലേസർ ബീം എന്ന് പറയുന്നത് കൊഹറന്റ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ഇന്റർഫറൻസ് നടക്കണമെങ്കിലുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻസിൽ ഒന്നാണ് ദ സോഴ്സ് മസ്റ്റ് ബി കൊഹറന്റ്. അങ്ങനെ നേച്ചുറൽ കാണുന്ന കൊഹറന്റ് സോഴ്സ് ആണ് എന്ത്? നമ്മുടെ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ ലേസറിന്റെ പ്രോപ്പർട്ടിയാണ് എ ലേസർ ബീം ഈസ് കൊഹറന്റ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ്. ഡി ഓപ്ഷൻ ആണ്. കൊഹറന്റ് വേവ് ഓഫ് എ സിംഗിൾ വേവ് ലെങ്ത്. ഒറ്റ വേവ് ലെങ്തിലുള്ള കൊഹറന്റ് ലൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? നമ്മുടെ ഈ പറയുന്ന ലേസറിന് സാധിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫോർത്ത് വൺ: ദ വേവ് ഫ്രണ്ട് ഡ്യൂ ടു എ സോഴ്സ് സിറ്റുവേറ്റഡ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്താണ്? ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലൈറ്റ് സോഴ്സിന്റെ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണെന്ന്? എന്താ ഷേപ്പ്? പ്ലേനാർ ഷേപ്പ്. ഓക്കെ, പ്ലേനാർ അല്ലേ? സ്ഫെരിക്കൽ എന്തിൻ്റെ ആയിരുന്നു? സ്ഫെരിക്കൽ. ഒരു പോയിന്റ് സോഴ്സ് വെക്കുകയാണെങ്കിൽ സ്ഫെരിക്കൽ ആയിട്ട് കിട്ടും നമുക്ക് വേവ് ഫ്രണ്ട്. സിലിണ്ടറിക്കൽ എന്തായിരുന്നു? ലീനിയർ സോഴ്സ് ആണെങ്കിൽ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സോഴ്സ് ആണെങ്കിൽ ആ സോഴ്സിന്റെ വേവ് ഫ്രണ്ട് എന്തായിരിക്കും? സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ദെൻ സ്ഫെരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് സോഴ്സിൻ്റെയാണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലൈറ്റിൻ്റെ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് ഏത് ഷേപ്പാണ്? ഇറ്റ് ഈസ് പ്ലേനാർ ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ: ഇഫ് ടു സോഴ്സസ് ഹാവ് എ റാൻഡംലി വേരിയിങ് ഫേസ് ഡിഫറൻസ് phi, the resultant intensity will be given by. നമുക്ക് രണ്ട് സോഴ്സുകളുണ്ട്. രണ്ട് സോഴ്സുകൾ പ്രത്യേകത എന്താ? റാൻഡംലി വേരിയിങ് ഫേസ് ഡിഫറൻസ് ആണ് അല്ലേ? റാൻഡംലി വേരിയിങ് ഫേസ് ഡിഫറൻസ്. ദ റിസൾട്ടന്റ് ഇന്റൻസിറ്റി വിൽ ബി ഗിവൺ ബൈ. റിസൾട്ടന്റ് ഇന്റൻസിറ്റി എത്രയാണ്? സോ 2I0 ആണ് റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റൻസിറ്റീസ് നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ I0 ആണെങ്കിൽ മറ്റതിൻ്റെതും I0 ആണെങ്കിൽ രണ്ടും കൂടി കൂട്ടുക. സോ യു വിൽ ഗെറ്റ് 2I0. അതാണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കണം. റാൻഡംലി വേരിയിങ് ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഇൻറ്റൻസിറ്റിയെ പരസ്പരം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2I0 എന്ന് കിട്ടുന്നു. സോ 2I0 ആണ് നമ്മുടെ ആൻസർ. Then moving to next,
ദ വേവ് ഫ്രണ്ട് ഡ്യൂ ടു സോഴ്സ് സിറ്റുവേറ്റഡ് അറ്റ് ഇൻഫിനിറ്റി. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എന്താണ്? പ്ലേനാർ. ഓക്കെ, ദ വേവ് ഫ്രണ്ട് ഡ്യൂ ടു എ സോഴ്സ് സിറ്റുവേറ്റഡ് അറ്റ് ഇൻഫിനിറ്റി ഈസ് പ്ലേനാർ. സ്ഫെറിക്കൽ തരുന്ന ആരായിരുന്നു? പോയിന്റ് സോഴ്സ്. സിലിണ്ടറിക്കൽ തരുന്ന ആരായിരുന്നു? ലീനിയർ സോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഏഴാമത്തേത്. അക്കോർഡിംഗ് ടു ഹൈജീൻസ് പ്രിൻസിപ്പിൾ ലൈറ്റ് ഈസ് എ ഫോം ഓഫ്. ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ലൈറ്റ് എന്ത് ഫോമാണ്? അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ? ഹൈജീൻ പ്രിൻസിപ്പിൾ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? വേവ് ഒപ്റ്റിക്സിലാണ് നമ്മൾ ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് നേച്ചർ ആയിരിക്കും? വേവ് നേച്ചറെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹൈജീൻ പ്രിൻസിപ്പിൾ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് വേവ്. ശരിയല്ലേ? പാർട്ടിക്കിൾ നേച്ചറെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? പാർട്ടിക്കിൾ നേച്ചറെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. വേവ് ഹൈജീൻ പ്രിൻസിപ്പിൾ വേവ് നേച്ചറെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും ലൈറ്റിൻ്റെ വേവ് നേച്ചറെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ടു കൊഹറൻറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ബീം ഓഫ് ഇൻറ്റൻസിറ്റീസ് I and 4I. ഇത് I ആണ് കേട്ടോ. ടു കൊഹറൻറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ബീം ഓഫ് ഇൻറ്റൻസിറ്റീസ് I and 2I superimpose the maximum and minimum possible intensities in the resultant beam are. ഓക്കെ, കൃഷ്ണ ശ്രദ്ധിക്കുക. ടു കൊഹറൻറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ബീം ഓഫ് ഇൻറ്റൻസിറ്റീസ് I and 4I superimpose the maximum and minimum possible intensities in the resulting beam are. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്ക് രണ്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഐയും അതുപോലെ തന്നെ 4ഐയും. അപ്പോൾ നമുക്ക് I1 is equal to എന്തെഴുതാം? I1 is equal to I, then I2 is equal to 4I. ഓക്കെ ആണ്? ശരി, അങ്ങനെയാണെങ്കിൽ I max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I max is equal to I1 plus I2 plus 2 into root I1 I2. ഓക്കെ ആണേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? I1 I പ്ലസ് 4I പ്ലസ് 2 into root of I into 4I. That is equal to 5I plus 2 into root of 4I square is equal to 5I plus 2 into 2I, that is equal to 9I. അപ്പോൾ നമുക്ക് I max കിട്ടി. I max is equal to എത്രയാണ്? I max is equal to 9I. അപ്പോൾ I minimum എങ്ങനെ കണ്ടുപിടിക്കാം? I minimum value is equal to I1 plus I2 minus 2 into root I1 I2 is equal to I plus 4I minus 2 into root of I into 4I equal to 5I minus 2 into root of 4I square is equal to 5I minus 2 into 2I, that is equal to I. അതാണ് I minimum വാല്യൂ. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മാക്സിമം എത്രയാണ്? 9I. മിനിമം എത്രയാണ്? I. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കാര്യം ചെയ്തിരുന്നു. I0 വെച്ചിട്ട് 2I0 എന്ന്. അവിടെ എന്താണ്? വേരിയിങ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. റാൻഡംലി വേരിയിങ്. ഓക്കെ, സോ അങ്ങനെയൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇൻ്റർഫറൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I, I2 എന്ന് പറഞ്ഞാൽ 4I. സോ ഈ ഇക്വേഷനാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. I max is equal to, പഠിക്കാൻ വളരെ പാടൊന്നുമില്ലല്ലോ. സോ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? I1 plus I2 plus 2 into root I1 I2. കുറയ്ക്കാനാണെങ്കിൽ I1 plus I2 minus 2 I1 I2.
എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടുക. സോ മാക്സിമം എന്ന് പറഞ്ഞാൽ 9 മിനിമം എന്ന് പറയുന്നത് യും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് തെറ്റാൻ സാധ്യതയുള്ളൊരു സൈഡാണിത്. അപ്പോൾ അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. ദെൻ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ സി ഓപ്ഷൻ കറുപ്പിക്കും. കാരണം എന്താ, 4i - i 3i, 4i + i 5i. അപ്പോൾ ഇതൊക്കെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. ഓക്കെ. ദെൻ മൂവിങ് ടു നെക്സ്റ്റ്. വാട്ട് ഈസ് പാത്ത് ഡിഫറൻസ് ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്? രണ്ട് തരം ഇൻ്റർഫറൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൽ ലാംഡ. ഇതെന്തിൻ്റെയാണ്? കൺസ്ട്രക്റ്റീവിൻ്റെ കണ്ടീഷനാണിത്. ഇനി ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n + λ/2, 2n + 1 λ/2. ഇതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ആയിരുന്നെങ്കിൽ n ലാംഡ കൊടുക്കേണ്ടി വന്നതിന് ഓപ്ഷൻ. നമുക്ക് ഏതാണ്? ഡിസ്ട്രക്റ്റീവ് ആണ്. സോ ഡിസ്ട്രക്റ്റീവിൻ്റെ കണ്ടീഷൻ എന്താണ്? 2n + 1 λ/2 ഉണ്ട് കേട്ടോ ഇവിടെ, /2. സോ ഇതാണ് നമ്മുടെ ഉത്തരം. 2n + 1 λ/2 ആണ് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, thin film of oil on water of ഇവിടെ ഇല്ല ലൈറ്റ് എക്സിബിറ്റ് ബ്രില്യൻ കളേഴ്സ് ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ്. അതായത് വെള്ളത്തിൻ്റെ പുറത്ത് ഓയിൽ ഫിലിം വീണ് കഴിഞ്ഞാൽ ആ ഓയിൽ ഫിലിമിൽ കളറുകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഏത് ഫിനോമിന ഉള്ളത് കൊണ്ടാണ് ഈ കളറുകൾ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്ലാസ് ഡിസ്കഷനിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു, വെള്ളത്തിൽ ഓയിൽ വീണ് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ബ്രില്യൻസ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത് മൂലമാണ്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഉത്തരം എ ആണ്, ഓപ്ഷൻ എ, ഇൻ്റർഫറൻസ്. വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, എ തിൻ ഫിലിം ഓഫ് ഓയിൽ ഓൺ വാട്ടർ എക്സിബിറ്റ് ബ്രില്യൻ കളേഴ്സ് ഡ്യൂ ടു ഫിനോമിനൻ ഓഫ് ഇൻ്റർഫറൻസ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദി മോണോക്രോമാറ്റിക് ലൈറ്റ് യൂസ്ഡ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വൈറ്റ് ലൈറ്റ്? അപ്പോൾ യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആണ്. ആ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു വൈറ്റ് ലൈറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, വൈറ്റ് ലൈറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് ലൈറ്റുകളെ എല്ലാ കളറുകളും നമുക്ക് ബാൻഡുകളായിട്ട് കിട്ടും. അത് വിബ്ജിയോർ എന്ന് പറഞ്ഞ കളറിലായിരിക്കും നമുക്ക് ബാൻഡുകൾ കിട്ടുക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോ ഫ്രിഞ്ചസ് ആർ ഒബ്സർവ്ഡ്. തെറ്റ്. ഫ്രിഞ്ചസ് എന്തായാലും ഉണ്ടാവും. All bright fringes become white. WHITE ആണ്, വൈറ്റ്. എല്ലാം വൈറ്റ് ആവുമോ? ഇല്ല. Then all bright fringes have color between violet and red. Only the central fringe is white and all other fringes are colored. The last option. No fringes are observed. ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യാതിരിക്കുമോ? ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇതല്ല. All ബ്രൈറ്റ് ഫ്രിഞ്ചസ് ബിക്കം വൈറ്റ്. എല്ലാ ബ്രൈറ്റ് ഫ്രിഞ്ചസും വൈറ്റ് ആയിരിക്കുമോ? അല്ല, അതും അല്ല. ഓൾ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഹാവ് കളർ ബിറ്റ്വീൻ വയലറ്റ് ആൻഡ് റെഡ്. ഡാർക്ക് ഫ്രിഞ്ചസ് അവിടെ തന്നെ നിൽക്കും, പക്ഷേ നമ്മുടെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് കളറുകൾ വരും എന്നാണ് പറയുന്നത്. നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? വൈറ്റ് ബാൻഡും അതുപോലെ തന്നെ ഡാർക്ക് ബാൻഡും. സി ഓപ്ഷൻ പറയുന്നത് എന്താണ്? ഡാർക്ക് ബാൻഡ് അതുപോലെ തന്നെ അവിടെ നിലനിൽക്കും, പക്ഷേ വൈറ്റ് ബാൻഡ് അവിടെ നിന്ന് മാറിയിട്ട് അവിടെ കളറുകൾ വരും, വിബ്ജിയോർ വരുമെന്നാണ് പറയുന്നത്. ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അതും നമ്മുടെ ഓപ്ഷനല്ല. ഇനി ഓൺലി ദ സെൻട്രൽ ഫ്രിഞ്ച് ഈസ് വൈറ്റ് ആൻഡ് ഓൾ അതർ ഫ്രിഞ്ചസ് ആർ കളേർഡ്. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ അവശേഷിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. സോ അതാണ് നമ്മുടെ ഉത്തരം. പക്ഷേ ഉത്തരത്തിലേക്ക് എങ്ങനെ വരും? കളറുകൾ കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷേ സെൻറ്ററിലുള്ള ലൈറ്റ്, സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് എപ്പോഴും വൈറ്റ് ആയിരിക്കും. അത് സെൻറ്ററിൽ നേരെ വന്ന് ലൈറ്റിങ്ങിന് വീഴുകയാണ്. അങ്ങനെ വീഴുമ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് അവിടെ നമുക്ക് വൈറ്റ് കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് സെൻട്രലിൽ ബ്രൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇൻ്റർഫറൻസിൽ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കളേർഡ് ബാൻഡുകളാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന കളേർഡ് ബാൻഡുകളുടെ ഏറ്റവും സെൻറ്ററിൽ നമുക്ക് ബ്രൈറ്റ്നസ് ഒബ്റ്റെയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ്. വെൻ കോമ്പാക്ട് ഡിസ്ക് ഈസ് ഇലുമിനേറ്റഡ് ബൈ എ സോഴ്സ് ഓഫ് വൈറ്റ് ലൈറ്റ്, കളേർഡ് ലൈൻസ് ആർ ഒബ്സർവ്ഡ്. ദിസ് ഈസ് ഡ്യൂ ടു. നമ്മുടെ ഡിസ്ക് ഉണ്ടല്ലോ, CD, കോമ്പാക്ട് ഡിസ്ക്. ഈ CD ഇങ്ങനെ നമ്മൾ ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കളറുകൾ കാണാൻ സാധിക്കും. സോ ആ കളറുകൾ കാണാൻ സാധിക്കുന്നതും ഫിസിക്സിലെ ഒരു ഫിനോമിന ഉള്ളതുകൊണ്ടാണ്. ഏത് ഫിനോമിനയാണ് നമുക്ക് ആ കളറുകൾ തരുന്നതെന്ന് നോക്കാം അല്ലേ? ശരി,
ഡിസ്പേർഷൻ ആണോ? അല്ല, ഡിസ്പേർഷൻ അല്ല. ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്തായാലും അല്ല, കാരണം ഡിസ്കിൻ്റെ അകത്തൂടെ ലൈറ്റ് കടന്ന് പുറത്തേക്ക് പോകത്തൊന്നുമില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? ഡിഫ്രാക്ഷനും ഉണ്ട്, ഇന്റർഫറൻസും ഉണ്ട്. ഓക്കെ, വെള്ളത്തിൽ ഓയിൽ കിടന്നാൽ ഓയിൽ ഫിലിമിൽ കളർ കാണുന്നത് ഇന്റർഫറൻസ് ആണ്. പക്ഷേ സി ഡിയിൽ കളർ കാണാനുള്ള കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഈസ് ബി. ഓക്കെ ആണേ, ശരി. An unpolarized beam of intensity I0 is incident on a pair of Nikon marking an angle 60 degree with each other. The intensity of light emerging from pair is. ക്വസ്റ്റൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ട് നിക്കോൾ പ്രിസംസ് ഉണ്ട് അല്ലേ, നിക്കോൾ പ്രിസംസ്. അപ്പോൾ നമുക്ക് ആദ്യം നിക്കോൾ പ്രിസത്തിനെ അങ്ങ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ നിക്കോൾ, ഇതടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റിയാണ് I0. ഓക്കെ ആണ്. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആദ്യത്തെ നിക്കോളിൻ്റെ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0/2 ആയിരിക്കും. I0/2. ഓക്കെ ആണേ. ഇനി നമ്മളൊരു ലോ പഠിച്ചായിരുന്നു, മാലൂസ് ലോ. സോ മാലൂസ് ലോ എന്ന് പറയുന്നത് അനലൈസറിൻ്റെ പുറത്ത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I = I0 × cos സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ നിക്കോൾ ഇരിക്കുന്നത് രണ്ടും പാരലാണോ? അല്ല. ആദ്യത്തെ നിക്കോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ കണ്ടോ, 60 ഡിഗ്രി ആംഗിൾ ചരിഞ്ഞാണ് രണ്ടാമത്തെ നിക്കോൾ ഇരിക്കുന്നത്. അതായത് ഈ നിക്കോൾ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്, ഇതാണ് 60 ഡിഗ്രി, 60 ഡിഗ്രി കണ്ടോ. അപ്പോൾ തീറ്റ എത്ര കൊടുക്കണം? 60 കൊടുക്കണം, ശരിയല്ലേ? സോ I0 എത്രയാണ്? ഇവിടെ വരുന്ന ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ എന്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട I0. സോ I = I0/2 × cos സ്ക്വയർ 60. ദാറ്റ് ഈസ് ഈക്വൽ ടു I0/2. cos സ്ക്വയർ 60 എങ്ങനെ കണ്ടുപിടിക്കും? cos 60 × cos 60 ചെയ്താൽ പോരെ? cos 60 1/2 അല്ലേ? അപ്പോൾ 1/2 × 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു I0/8. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണ്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഡി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ആൻസർ, I0/8. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് നിക്കോളുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ നിക്കോളിൻ്റെ പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അതിന് നേരെ ഹാഫ് ആയിരിക്കും. അതിനുശേഷം I = I0 × cos സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I0 പകരം എന്ത് കൊടുക്കുക? I0 പകരം I0/2 കൊടുക്കുക. തീറ്റയ്ക്ക് പകരം എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? cos സ്ക്വയർ തീറ്റ. തീറ്റ 60 ഡിഗ്രി. ഓക്കെ, യെസ്. നെക്സ്റ്റ്, when unpolarized light beam is incident from air into glass at the polarizing angle, reflected beam is unpolarized completely, reflected and refracted beam are partially polarized, refracted beam is plane polarized, whole beam of light is refracted. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് എയർ ഇൻറ്റു ഗ്ലാസ്, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വീണു അറ്റ് ദി പോളറൈസിങ് ആംഗിൾ. അപ്പോൾ പോളറൈസിങ് ആംഗിളിൽ ഒരു ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ലൈറ്റ് എന്ത് സംഭവിക്കും? പോളറൈസ് ചെയ്യും അല്ലേ? നമ്മുടെ ഓപ്ഷൻ എവിടെയൊക്കെയാണ് പോളറൈസേഷൻ ഉള്ളത്? റിഫ്ലക്റ്റഡ് ബീം ഈസ് പോളറൈസ്ഡ് കംപ്ലീറ്റ്ലി, റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ബീം ആർ പാർഷ്യലി പോളറൈസ്ഡ്, റിഫ്രാക്റ്റഡ് ബീം ഈസ് പ്ലെയിൻ പോളറൈസ്ഡ്, വോൾ ബീം ഓഫ് ലൈറ്റ് ഈസ് റിഫ്രാക്റ്റഡ്. എ ആണ് നമ്മുടെ ഉത്തരം. ഇതാണ് ഉത്തരം. എന്താണ്? റിഫ്ലക്റ്റഡ് ബീം ഈസ് പോളറൈസ്ഡ് കംപ്ലീറ്റ്ലി. നമ്മൾ പഠിച്ചായിരുന്നു, ഇങ്ങനൊരു സർഫസ് ഉണ്ട്, ഈ സർഫസിൽ ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുകയാണ്, ഇത് വീഴുന്ന പോളറൈസിങ് ആംഗിൾ ആണെങ്കിൽ ഈ റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇത് അൺപോളറൈസ്ഡ്, ഇത് പോളറൈസ്ഡ് കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും? കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എയറിൽ നിന്നും ഒരു ഗ്ലാസ് സർഫസിലേക്ക് വന്ന് വീണു. സോ ഗ്ലാസ് സർഫസിലെ പോളറൈസിങ് ആംഗിളിലാണ് നമ്മുടെ ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോകുന്ന ലൈറ്റ് മുഴുവൻ എങ്ങനെയുള്ളതായിരിക്കും? പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. ഓക്കെ ആണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഈ ആൻസർ റിഫ്ലക്റ്റഡ് ബീം ഈസ് പോളറൈസ്ഡ് കംപ്ലീറ്റ്ലി. ഓക്കെ ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഒരു മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ എന്തിന് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിസോൾവിങ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. സോ മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? RP റിസോൾവിങ് പവർ ഈസ് ഈക്വൽ ടു
2 mu sin theta, 2 mu sin theta, 2 mu sin theta divided by lambda. എന്താണ് 2 mu sin theta divided by lambda. Wavelength of light used, which is directly proportional. Wavelength of light used inversely proportional to frequency of light used, focal length of the objective. Okay, focal length of the objective എന്ന് പറയുന്നത് ടെലസ്കോപ്പിൻ്റെ കേസിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് പറയാൻ സാധിക്കില്ല, കാരണം ഇക്വേഷൻ ഫോക്കൽ ലെങ്തിന് ടേം ഇല്ല. അപ്പോൾ ഡിയും സിയും അല്ല എന്ന് നമുക്ക് ആദ്യം തന്നെ ഉറപ്പിക്കാം, കാരണം ഫ്രീക്വൻസിയുടെ ടേം ഇന്നത്തെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഏതൊക്കെ ടൈം ഉള്ളത്? വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഡിനോമിനേറ്ററിലാണ് വേവ് ലെങ്ത് വരുന്നത്. ദാറ്റ് മീൻസ് റിസോൾവിംഗ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് അതിൻ്റെ ലാംഡയെ ഡിപ്പെൻഡ് ആണ്. എങ്ങനെ ഡിപ്പെൻഡ് ആണ്? ഇൻവേഴ്സ്ലി ആയിട്ട് ഡിപ്പെൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഫിനോമിനൻ ഓഫ് ഇൻ്റർഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ. ഇൻ്റർഫറൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആൻഡ് എനർജി, ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റ്. ഓക്കെ, ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റിനെ കുറിച്ചാണ് ഇൻ്റർഫറൻസ് പറയുന്നത് എന്ന് നമുക്കറിയാം. ഇനി പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫിനോമിനൻ ഓഫ് ഇൻ്റർഫറൻസ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്? കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്താണ്? രണ്ടോ അതിലധികമോ ലൈറ്റ് വേവുകൾ പരസ്പരം കമ്പൈൻ ചെയ്ത് എനർജി റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. എനർജി നഷ്ടപ്പെടുന്നൊന്നുമില്ല, ഒരിടത്തുള്ള എനർജിയെ മറ്റൊരിടത്തേക്കും മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഓഫ് ലൈറ്റ് വേവ്സ് വെൻ 2 or more ലൈറ്റ് വേവ്സ് കമ്പൈൻ ടുഗദർ. ഓക്കെ ആണ്. സോ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, 17ാമത്തെ. എ ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എയർ ആൻഡ് ദ എൻറ്റയർ അറേഞ്ച്മെൻറ്റ് ഈസ് ഡിപ്ഡ് ഇൻ വാട്ടർ. ദ ഫ്രിഞ്ച് വിഡ്ത്ത്. നമുക്കിപ്പോൾ ഡബിൾ സ്ലിറ്റ്, യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബാൻഡ് വിഡ്ത്ത് കിട്ടും, ബീറ്റ. സോ ബീറ്റയുടെ ഇക്വേഷൻ, ബീറ്റ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഇതാണ് നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നേരെ വെള്ളത്തിൽ കൊണ്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ബാൻഡ് വിഡ്ത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻക്രീസസ്, ഡിക്രീസസ്, റിമൈൻസ് അൺചേഞ്ച്ഡ്, ഫ്രിഞ്ച് പാറ്റേൺ ഡിസപ്പിയേഴ്സ്. ചില ആളുകൾ ഈ ഫ്രിഞ്ച് പാറ്റേൺ ഡിസപ്പിയേഴ്സ് കൊണ്ട് മാർക്ക് ചെയ്യും, അതല്ല ഉത്തരം. സോ ഡിക്രീസസ് ആണ് നമ്മുടെ ഉത്തരം, ഡിക്രീസസ്. കാരണം എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. സോ നമ്മളൊരു മീഡിയത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ലാംഡയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. എത്രത്തോളം ഡിക്രീസ് ചെയ്യും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണെങ്കിൽ ഇവിടെ മ്യൂ വരും, കണ്ടോ, ഡിനോമിനേറ്ററിൽ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിനോമിനേറ്ററിൽ വരും. സോ കാരണം ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ആണ്. മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഡാഷ് ആണെങ്കിൽ ആ ലാംഡ ഡാഷിൻ്റെ വാല്യൂ ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? വിച്ച് ഡിക്രീസസ്. സോ double slit interference experiment is carried out in air and the entire arrangement is dipped in water. The fringe width decreases. എന്താണ്? decreases. ഓക്കെ, സോ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആ ക്വസ്റ്റൻ. അതുകൊണ്ടാണ് വീണ്ടും നമ്മളത് ഇട്ടിരിക്കുന്നത്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഞ്ച് വിത്ത് എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് the intensity at the central maximum is I naught. If one of the slit is covered, then the intensity at the central maximum എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കൊരു ഇൻ്റർഫറൻസ് ഉണ്ട്. ഇൻ്റർഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇൻ്റർഫറൻസിൽ നമുക്ക് എ നോട്ട് ഉണ്ട്, അതുപോലെ ഐ നോട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് ഇൻ്റർഫറൻസ് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദി ഇൻറ്റൻസിറ്റി അറ്റ് ദി സെൻട്രൽ മാക്സിമം is I naught. If one of the slit is covered, then the intensity at the central maximum. സോ നമുക്ക് യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 2 സ്ലിറ്റുകളാണ് നമുക്കുള്ളത്. സോ അതിൽ ഒരു സ്ലിറ്റ് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ ഹാഫായിട്ട് മാറും. സോ നമ്മുടെ ഉത്തരം എന്താണ്?
I0 ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അത് കാരണം ഒരുപാട് ചെയ്യാനുണ്ട്, നമ്മൾ അത്രയും ചെയ്യാൻ പോകുന്നില്ല. തൽക്കാലം ഇത്രയും മാത്രം ഓർത്തിരിക്കുക. നമുക്കൊരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 2 സ്ലിറ്റുകളാണുള്ളത്. അതിലേതെങ്കിലും ഒരു സ്ലിറ്റ് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലിറ്റിൽ നിന്നുള്ള ലൈറ്റ് വന്ന് വീണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് കിട്ടുന്നത്. സോ ആ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് I0 ഡിവൈഡ് ബൈ 4 ആണ്. അത്രയും മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക തൽക്കാലം. ഓക്കെ, നെക്സ്റ്റ്. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് at which reflected light is totally polarized for reflection from air to glass, refractive index is n, is. Okay. The angle of incidence at which reflected light is totally polarized for reflection from air to glass. So angle of incidence കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ചോദ്യം തന്നിരിക്കുന്ന ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. നമുക്കൊരു സർഫസ് ഉണ്ടായിരുന്നു. ആ സർഫസിൽ ലൈറ്റ് വന്ന് വീണ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോയി. സോ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, റിഫ്ലക്റ്റഡ് ലൈറ്റ് പോളറൈസ്ഡ് ആണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പ്ലെയിൻ സർഫസിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. സോ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് മുഴുവൻ പോളറൈസ്ഡ് ആണെങ്കിൽ നമ്മളവിടെ ഒരു ലോ പറയും. ആ ലോയെ പറയുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. സോ ബ്രൂസ്റ്റേഴ്സ് ലോ എന്തായിരുന്നു? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? N അല്ലേ? തീറ്റ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ആംഗിളാണ്, പോളറൈസിങ് ആംഗിൾ. സോ ഇവിടെ ടാൻ I എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ടാൻ I ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? N അല്ലേ? അപ്പോൾ I ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ടാനിന് റൈറ്റ് സൈഡിലേക്ക് ഒഴുകുമ്പോൾ അത് ഇൻവേഴ്സ് ആവും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് N ഇതാണ് നമ്മുടെ ഉത്തരം. ഇതാണ് I ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് N. സോ ഇവിടെ ഓപ്ഷൻ D ആണ്. എന്താണ്? ടാൻ ഇൻവേഴ്സ് N. ഓക്കെ, അടുത്തത്. ദ ഐഡിയ ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ് ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് വേവ് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ. സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അപ്പോൾ നമ്മൾ ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആരാ കണ്ടുപിടിച്ചത്? ഹൈജീൻ ആണ് കണ്ടുപിടിച്ചത്. സോ നമ്മുടെ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ, ഹൈജീൻസ്. ഓക്കെ, ദെൻ ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് റെക്റ്റിലീനിയർലി ഡ്യൂ ടു വേവ് നേച്ചർ. റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രെണലിൻ്റെയും ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ റെക്റ്റിലീനിയർ ഡിഫ്രാക്ഷൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഡിഫ്രാക്ഷനിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. സോ നമ്മുടെ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ ലൈറ്റ് ഡൈവേർജിങ് ഫ്രം എ പോയിന്റ് സോഴ്സ്? നമുക്കൊരു പോയിന്റ് സോഴ്സ് ഉണ്ട്. ആ പോയിന്റ് സോഴ്സ് നിന്നും ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. ഡൈവേർജ് രണ്ട് കാര്യങ്ങളാണ്, കൺവേർജിങ് ഉണ്ട്, ഡൈവേർജിങ് ഉണ്ട്. കൺവേർജിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ കൺവേർജിങ് എന്ന് പറയുന്നത്. ഡൈവേർജിങ് എന്ന് വെച്ചാൽ അകന്നകന്ന് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ഡൈവേർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ ലൈറ്റ് ഡൈവേർജിങ് ഫ്രം എ പോയിന്റ് സോഴ്സ്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് പോകുന്ന ലൈറ്റ് ഡൈവേർജിങ് ആണ് എന്ന് പറയുന്നതിൽ ഇതിലേത് ഓപ്ഷനാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ്? ദ ഇൻറ്റൻസിറ്റി ഡിക്രീസസ് ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദി ഡിസ്റ്റൻസ് സ്ക്വയർഡ്. ദ വേവ് ഫ്രണ്ട് ഈസ് പരാബോളിക്. ദ ഇൻറ്റൻസിറ്റി അറ്റ് ദി വേവ് ലെങ്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിസ്റ്റൻസ്. നൺ ഓഫ് ദിസ്. സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ A ഈസ് ദി റൈറ്റ് ആൻസർ. അതെങ്ങനെയാണ് ഓപ്ഷൻ A റൈറ്റ് ആൻസർ ആകുന്നത്? നമുക്കറിയാം, ഒരു കുളത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ വേവ്സ് ഉണ്ടാവും അല്ലേ? വാട്ടർ വേവ്സ്, റിപ്പിൾസ് ഉണ്ടാവും. ആ റിപ്പിൾസ് അകലത്തിലേക്ക് പോകുന്നതോറും ആ റിപ്പിൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ദൂരത്തേക്ക് പോകുന്നതോറും ആംപ്ലിറ്റ്യൂഡ് കുറയും, ശരിയല്ലേ? ദെൻ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് അല്ലേ? ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. സോ ദ ഇൻറ്റൻസിറ്റി ഡിക്രീസസ് ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദ ഡിസ്റ്റൻസ് സ്ക്വയേർഡ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡായിട്ട് എടുക്കുന്നത് വേവിൻ്റെ കേസിൽ. അപ്പോൾ എന്താണ് ഉത്തരം? A ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് വൺ. The refractive index of glass is 1.5 for light waves for x is equal to 6000 Angstrom in vacuum. In vacuum, its wavelength in glass
ഗ്ലാസ്സിലെ വേവ് ലെങ്ത് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട് n = 1.5. ഒരു വേവ് ലെങ്ത് ലാംഡ, ഇത് നമുക്ക് ലാംഡ എന്ന് വിളിക്കാം തൽക്കാലം. ലാംഡ = 6000 ആംസ്ട്രോം. ഓക്കെ ആണേ. ദെൻ ഇറ്റ്സ് വേവ് ലെങ്ത് ഇൻ ഗ്ലാസ് മെറ്റീരിയൽ മീഡിയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ലൈറ്റ് വേവ് ഇങ്ങനെ 6000 ആംസ്ട്രത്തിൽ വന്ന് വീഴുകയാണ് വേവ് ലെന്തിൽ. അതൊരു ഗ്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് 1.5 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡ ഡാഷ് = എന്താണ്? ലാംഡ / n അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6000 / 1.5 = എത്രയാണ്? 4000 ആംസ്ട്രോം. 4000. സോ ബി ഈസ് റൈറ്റ് ആൻസർ. എത്രയാണ്? 4000 ആംസ്ട്രോം. നെക്സ്റ്റ്, the phenomena which is not explained by Hygiene's construction of wavefront. സോ ഹൈജീൻ്റെ പ്രിൻസിപ്പിളിൽ പറയാത്ത ഏത് ഫിനോമിനാണ് നമ്മുടെ ഓപ്ഷനിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അതൊക്കെ മേളിലേക്ക് വയ്ക്കാം. സോ ഹൈജീൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്, ഹൈജീൻസ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് റിഫ്ലക്ഷൻ പറയാൻ പറ്റും, ഡിഫ്രാക്ഷൻ പറയാൻ പറ്റും, റിഫ്രാക്ഷനും പറയാൻ പറ്റും. സോ ഒറിജിൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ടേം നമുക്ക് ഹൈജീൻ തിയറി വെച്ചിട്ട് പറയാനായിട്ട് സാധിക്കില്ല. സോ ഡി ഈസ് റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, എ ലേസർ ബീം ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഡിസ്റ്റന്റ് ഒബ്ജെക്ട്സ് കോസ് it is monochromatic, it is not chromatic, it is not observed, it has small angular spread. ലേസർ ബീം എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റുകളെ, ലേസർ ബീം എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലേസറുകൾക്ക് എന്ത് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഗണ്ണിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ലേസർ ബീം വെച്ചിട്ടാണ് ആദ്യം ടാർഗറ്റിനെ അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്, എന്നിട്ടാണ് ഇവർ ഫയർ ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ലേസർ ബീം ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരെ പോയാലും ഈ ലേസർ ബീം സ്പ്രെഡ് ആവില്ല, അതായത് വലുതായി പോവില്ല, എപ്പോഴും ഒരു പോയിന്റിൽ ഫോക്കസ്ഡ് ആയിരിക്കും. സോ ഇറ്റ് ഹാസ് സ്മോൾ ആംഗുലർ സ്പ്രെഡ്. റൗണ്ടിലല്ലേ പോയിന്റ് അവിടെ ചെന്ന് വീഴുന്നത്, സോ അതുകൊണ്ട് ആംഗുലർ ടേം പറയേണ്ടി വരും. സോ ലേസർ ബീം ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞാലും ആംഗുലർ സ്പ്രെഡ് ഉണ്ടാവില്ല, ആ വട്ടം വലുതാവില്ല എന്ന്, എപ്പോഴും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ ലേസറൊക്കെ നമ്മളിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസറിൻ്റെ ടോപ്പിക്കിലും ഇതുണ്ട്, അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ്റെ കൺസെപ്റ്റ് വരുമ്പോഴും ഇതവിടെയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 slits in Young's double slit experiment have widths in the ratio 81:1. The ratio of amplitude of the light wave is. അതായത് ഇൻ്റർഫറൻസ് ആണ്, ഇൻ്റർഫറൻസ്. സോ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അകത്ത് നമുക്ക് വിഡ്ത്തും ഇൻറ്റൻസിറ്റിയും തമ്മിൽ ആദ്യം റിലേറ്റ് ചെയ്യാം. W1/W2 = I1/I2. അതുപോലെ തന്നെ W1/W2 = A1/A2². ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ വിത്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 81:1. ഈ വിത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് ചെയ്യുമ്പോൾ 2 സ്ലിറ്റുകളുണ്ട്. സോ ഈ വിത്താണ് എന്ത്? W1, ഇത് W2 കേട്ടോ, ആ വിത്താണ്. സോ വിത്ത് 81:1 എന്ന റേഷ്യോയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലൈറ്റ് വേവ്, അപ്പോൾ W1/W2 എന്ന് പറയുന്നത് I1/I2 ആണ്. W1/W2 = I1/I2. W1 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ലിറ്റിൻ്റെ വിത്ത്, W2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്ലിറ്റിൻ്റെ വിത്ത്, I1 എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, I1 ഇൻറ്റൻസിറ്റി, I2 ഇൻറ്റൻസിറ്റി. ഇനി ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ്. സോ I1/I2 പകരം A1²/A2² എന്ന് എഴുതാം അല്ലേ. അതായത് നമുക്ക് ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്തെഴുതാം. സോ A1/A2 the whole square is equal to W1/W2. So A1/A2 is equal to ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ട് കൊടുക്കേണ്ടി വരും, റൂട്ട് W1/W2.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയാണ് 81 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9:1 എത്രയാണ് 9:1. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഏതാണ് 9:1. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻറ്റൻസിറ്റി ഐ മാക്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ രണ്ടെണ്ണം I1 I2 തന്നിട്ടുണ്ടെങ്കിൽ I1 + I2 + 2 × റൂട്ട് I1 I2 റൂട്ട് 2 × I1 I2. ഇനി ഐ മിനിമം കണ്ടുപിടിക്കാനാണെങ്കിൽ ഐ മിനിമം ഈസ് ഈക്വൽ ടു I1 + I2 - 2 × റൂട്ട് I1 I2. ഇനി ഇവിടെ പറയുന്ന വിട്ടും ഇൻറ്റൻസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യാനാണെങ്കിൽ വിട്ടും ഇൻറ്റൻസിറ്റിയും തമ്മിലാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ W1 / W2 = I1/I2 അല്ലെങ്കിൽ W1 / W2 = A1/A2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 9:1 ആണ് നമ്മുടെ ഓപ്ഷൻ. അടുത്തത് മൂവിങ് ടു ദി നെക്സ്റ്റ്. വെൻ ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് ടേക്ക് പ്ലേസ് എനർജി ഈസ് ക്രിയേറ്റഡ് ഇൻ ദ റീജിയൺ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി, എനർജി ഈസ് ഡിസ്ട്രോയിഡ് ഇൻ ദ റീജിയൺ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി, കൺസർവേഷൻ ഓഫ് energy hold good and energy is redistributed. Conservation of energy does not hold good. സോ നമ്മൾ ഇൻ്റർഫറൻസിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഓഫ് ലൈറ്റ് വേവ്സ് വെൻ 2 or more ലൈറ്റ് വേവ്സ് കമ്പൈൻഡ് ടുഗദർ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഏതാ ഓപ്ഷൻ വരുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി ഹോൾഡ് ഗുഡ് ആൻഡ് എനർജി ഈസ് റീഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇതാണ് റൈറ്റ് ആൻസർ. ഓക്കെ നെക്സ്റ്റ്. ടു ഒബ്സർവ് ഡിഫ്രാക്ഷൻ ദ സൈസ് ഓഫ് ദി ഒബ്സ്റ്റക്കിൾ. സോ ഡിഫ്രാക്ഷൻ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ചുമ്മാ ഒന്നും ഡിഫ്രാക്ഷൻ നടക്കില്ല. ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തും അതുപോലെ തന്നെ എവിടെയാണോ ഈ ലൈറ്റ് വന്ന് വീഴുന്നത് ആ വീഴുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസും ഏകദേശം ഒരുപോലെ ആവണം, അല്ലെങ്കിൽ ഒരേ റേഞ്ചിൽ വരണം. അങ്ങനെ ഒരേ റേഞ്ചിൽ വന്നാൽ മാത്രമേ നമുക്ക് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ. ഷുഡ് ബി x/2 വേർ x ഈസ് ദ വേവ് ലെങ്ത്, ഷുഡ് ബി ഓഫ് ദി ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ബാക്കി വായിക്കേണ്ടി വരില്ലല്ലോ. ഇതാണ് ഓപ്ഷൻ. ഷുഡ് ബി ഓഫ് ദ ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തും ഏത് ഒബ്സ്റ്റക്കിളിൽ തട്ടിയാണോ ലൈറ്റ് ഡിഫ്രാക്ഷൻ കാണിക്കുന്നത് ആ ഒബ്സ്റ്റക്കിളിൻ്റെ സൈസും ഒരേ ഓർഡറിലായിരിക്കണമെന്ന്, എങ്കിൽ മാത്രമേ ഡിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ. ഇൻ്റർഫറൻസ് നടക്കാനാണെങ്കിൽ ദ സോഴ്സ് മസ്റ്റ് ബി കൊഹറൻറ്റ്. ഓക്കെ ആണല്ലോ? യെസ്. കൺസിഡർ ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫോർ എ സ്മോൾ പിൻ ഹോൾ. ആസ് ദ സൈസ് ഓഫ് ദ പിൻ ഹോൾ ഈസ് ഇൻക്രീസ്ഡ്. സൈസ് ഓഫ് ദ പിൻ ഹോൾ ഈസ് ഇൻക്രീസ്ഡ്. യെസ്. നമുക്ക് ഡിഫ്രാക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഡിഫ്രാക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒരു സ്ലിറ്റ് ഹോളാണ്. ഓക്കെ. കൺസിഡർ എ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫോർ എ സ്മോൾ പിൻ ഹോൾ. ഇതാണ് നമ്മൾ സ്മോൾ പിൻ ഹോൾ. ആസ് ദ സൈസ് ഓഫ് ദ ഹോൾ ഈസ് ഇൻക്രീസ്ഡ്. ഈ ഹോളിൻ്റെ സൈസ് നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ്. സോ പാറ്റേൺ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സൈസ് ഓഫ് ദ ഹോൾ ഈസ് ഇൻക്രീസ്. യെസ്. അടുത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം, ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സ്പീഡ്, ദെൻ ഇറ്റ് റിക്വയർസ് എ മെറ്റീരിയൽ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ, ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്പോർട്ടേഷൻ എനർജി. ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്പോർട്ടേഷൻ എനർജി. സോ ഏതാ കറക്റ്റ്? നോട്ട് എ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ പ്രോപ്പർട്ടി. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈറ്റിന് വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യാൻ സാധിക്കില്ലേ? സാധിക്കും. അതുകൊണ്ടാണ് സൂര്യനിൽ നിന്ന് ലൈറ്റ് ഇവിടം വരെ വരുന്നത്. ദെൻ ഇറ്റ് ഹാസ് എ ഫൈനൈറ്റ് സ്പീഡ്, 3 × 10⁸ സ്പീഡ് ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനർജി. സോ എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യനിൽ നിന്നും ലൈറ്റ് വരുമ്പോൾ ഹീറ്റൊക്കെ ഉണ്ടാകുന്നത്. സോ ഇറ്റ് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. മെറ്റീരിയൽ മീഡിയം വേണോ? നമുക്ക് വേണ്ട. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലൈറ്റ് എന്ന് പറഞ്ഞ് വായിക്കും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോൾ ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ എ വാക്വം നമ്മൾ കറുപ്പിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നോട്ട് എന്നാണോ അതോ ഡയറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ ആണ്. ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മൂവിങ് ടു ദി നെക്സ്റ്റ്. സോ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമുക്ക്
എങ്ങനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവയ്ക്കിടയിലുള്ള ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതുപോലെ പ്രൊപ്പഗേഷൻ വെക്ടർ ഉണ്ടാവും. പ്രൊപ്പഗേഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് വേവ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സഞ്ചരിക്കുന്ന ദിശയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഈ മൂന്നാളുകളും എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇപ്പോൾ എക്സ് ആക്സിൽ ഇലക്ട്രിക് ഫീൽഡ്, വൈ ആക്സിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇസഡ് ആക്സിൽ എന്തായിരിക്കും? പ്രൊപ്പഗേഷൻ വെക്ടർ ആയിരിക്കും. ഓക്കെ ആണ്. സോ ഇവിടെ എന്താണ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്? ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് എത്രയാണ്? π/2. എത്രയാണ്? π/2. π/2. സോ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ്, എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എയർ ഈസ് ഇൻസിഡന്റ് ഓഫ് എ ഗ്ലാസ് സ്ലാബ്. ദ റേ ഗെറ്റ്സ് പാർഷ്യലി reflected and partially refracted. The phase difference between the reflected and the refracted wave, reflected and refracted റേയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട് കേട്ടോ. π/2 ആണ്. ഇത് π/2 ആണ്, ഇത് π/4 ആണ് കേട്ടോ. സോ നമ്മുടെ റൈറ്റ് ആൻസർ π/2 ആണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ്, റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റഡ് ലൈറ്റ് വേവും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണെന്ന്. നമ്മൾ പോളറൈസേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട്. സോ ഇവിടെ π/2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി പോളറൈസ്ഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പറ്റാത്തത്. നിങ്ങൾക്ക് റേഡിയോ വേവിനെ പോളറൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്, പോളറൈസ് ചെയ്യാൻ പറ്റും. റേഡിയോ വേവിനെ പോളറൈസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്വേഴ്സ് വേവിനെ പോളറൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ട്രാൻസ്വേഴ്സ് വേവിനെ നിങ്ങൾക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും. എക്സ്റേസിനെ പോളറൈസ് ചെയ്യാൻ പറ്റുമോ? പോളറൈസ് ചെയ്യാൻ പറ്റും. ദെൻ ആരെയാണ് പോളറൈസ് ചെയ്യാൻ പറ്റാത്തത്? സൗണ്ട് വേവുകൾ നമുക്ക് പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. സോ സൗണ്ട് വേവ്. സോ സൗണ്ട് വേവ് എന്ന് പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവുകളാണ്. സോ ലോഞ്ചിറ്റ്യൂഡൽ വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ട്രാൻസ്വേഴ്സ് നേച്ചർ കാണിക്കുന്ന ആളുകളെയാണ് പ്രധാനമായിട്ടും നമ്മൾ പോളറൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സൗണ്ട് വേവുകളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ്. ലൈറ്റ് ഇയർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ടൈമിൻ്റെ യൂണിറ്റ് ആണോ? അല്ല. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൻ്റെ യൂണിറ്റ് ആണോ? അല്ല. നൺ ഓഫ് ദിസ്. ചില ആളുകൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് മാർക്ക് ചെയ്യും. സോ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ലൈറ്റ് ഇയർ അതായത് ഭൂമിയിൽ നിന്നും ഗാലക്സിയിലേക്കുള്ള ദൂരങ്ങൾ അളക്കാൻ, ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത്. ലൈറ്റ് ഇയർ. സോ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ലൈറ്റ് ഇയർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗാലക്സീസ്. Okay, moving to the next question. The branch of physics dealing with the formation of images using the concept of straight line propagation of light is called ഏതാണ്? Geometrical optics, physical optics, corpuscular optics and quantum optics. നമ്മൾ ഉത്തരം quantum optics ആണ്. Quantum optics. Branch of optics dealing with the formation of images using concept of straight line propagation of light is called quantum optics. Okay. Then, when light travels from one medium to another, which of the following does not change? താഴെ തന്നിരിക്കുന്നവയിൽ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചേഞ്ച് ആവാത്തത് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എല്ലാം നോക്കാം. ഫ്രീക്വൻസി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വെലോസിറ്റി, വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്തായാലും ചേഞ്ച് ആവും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. മീഡിയത്തിൽ കൂടി പോവുകയാണെങ്കിൽ λ' ആദ്യം ഉണ്ടായിരുന്ന വേവ് ലെങ്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ μ or n. അതുകൊണ്ട് തന്നെ വെലോസിറ്റിയും ചേഞ്ച് ആവുന്നുണ്ട്. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ഫ്രീക്വൻസി എന്താവില്ല? ചേഞ്ച് ആവില്ല. അപ്പോൾ ഇതും നമ്മുടെ ഓപ്ഷൻ അല്ല. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചേഞ്ച് ആവാത്ത പ്രോപ്പർട്ടിയാണ് എന്ത്? അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആൻഡ് ഗ്ലാസ് ആർ 43 and 53. എ ലൈറ്റ് റേ ഈസ് ഗോയിങ് to water from glass, then its critical angle will be. ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? sin i
സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എന്താണ് n2 ഡിവൈഡഡ് ബൈ n1. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എന്താണ് n2 ഡിവൈഡഡ് ബൈ n1. എന്താണ് n2 ഡിവൈഡഡ് ബൈ n1, n2 ബൈ n1. സൈൻ ഐ ബൈ സൈൻ 90 is equal to n2 by n1, 53 divided by 43. Okay aane. Then sin I is equal to എന്ത് എഴുതാം 5 divided by വാട്ടർ ആൻഡ് ഗ്ലാസ് തിരിച്ചെഴുതുന്നുണ്ട് കേട്ടോ. n2 by n1 എന്ന് പറയുമ്പോൾ 43 divided by 53 ആണേ. ഈ 3 ഇവിടെ ഇല്ല കേട്ടോ, 3 ഇല്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് സൈൻ സ്നെൽസ് ലോ ആണ് ഉപയോഗിക്കേണ്ടത്. സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ is equal to n2 divided by n1. So sin I divided by sin R is equal to n2 divided by n1. So n2 4 by 5. So sin I R sin 90 degree is equal to 4 by 5. So sin I is equal to 4 by 5. So I is equal to എന്താണ് sin inverse of 4 by 5. So A is the right answer. Okay, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The air bubble inside water shine due to. ഒരു എയർ ബബിൾ എടുക്കുക. സോ ഈ എയർ ബബിളിൽ കളറുകൾ കാണുന്നുണ്ട്. സോ എയർ ബബിളുകളിൽ കളർ കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്, TIR. അപ്പോൾ ബബിൾസിൻ്റെ അകത്ത് കളർ കാണാനുള്ള കാരണം എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, TIR. ഓക്കെ, അപ്പോൾ ഓയിൽ സർഫസിൽ, വെള്ളത്തിൽ കിടക്കുന്ന ഓയിൽ സർഫസിൽ കാണുന്നത് ഇൻ്റർഫറൻസ് ആണ്. സോപ്പ് ബബിളിൻ്റെ ഉള്ളിൽ കാണുന്നത് നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ്, when a ray of light white enters a lens undergoes a change in. ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു വൈറ്റ് ലൈറ്റ് ഒരു ലെൻസിൻ്റെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഉത്തരം ഇതാണ്, ബോത്ത് വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത് ചേഞ്ചസ്. ബോത്ത് വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത്. അപ്പോൾ A ഓപ്ഷൻ ഉണ്ട്, B ഓപ്ഷൻ ഉണ്ട്, C ഓപ്ഷൻ ഉണ്ട്. മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ആവില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ വേവ് ലെങ്തും വെലോസിറ്റിയും ചേഞ്ച് ആവും. സോ രണ്ടുള്ളത് ബോത്ത് വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത്. അപ്പോൾ ഒരു ലെൻസിൻ്റെ അകത്തുകൂടി ഒരു ലൈറ്റ് റേ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റിയും അതുപോലെ തന്നെ വേവ് ലെങ്തും ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ ആണേ, ശരി. അടുത്തത്, റേഡിയോ വേവ്സ് ഫ്രം ആൻ ആൻറ്റിന ട്രാവൽസ് വിത്ത് ദ വെലോസിറ്റി ഓഫ്. ഒരു ആൻറ്റിന നമ്മുടെ കയ്യിലുണ്ട്. ഈ ആൻറ്റിനയിൽ നിന്നും റേഡിയോ വേവുകൾ ട്രാവൽ ചെയ്യുന്നത് എന്ത് വെലോസിറ്റിയിൽ എന്നുള്ളതാണ്. സോ ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണോ, സൗണ്ടിൻ്റെ വെലോസിറ്റിയിലാണോ, അൾട്രാസോണിക് ആണോ, അതുപോലെ തന്നെ സൂപ്പർ സോണിക് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ റേഡിയോ വേവ് ട്രാവൽ ചെയ്യുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, റേഡിയോ വേവുകൾ ട്രാവൽ ചെയ്യുന്നത് എന്തിൻ്റെ വെലോസിറ്റിയിലാണ്? ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ മൂവിങ് ടു നെക്സ്റ്റ്. ഓക്കെ, എ കോൺവെക്സ് ലെൻസ് ഈസ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് വോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ RI എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ ലെൻസ്. ദെൻ ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് വിൽ ബി ബിക്കം ഇൻഫൈനൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ലെൻസ് അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുള്ള ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും? ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. എത്രയായിട്ട് മാറും? Infinite, becomes infinite. So B is the right answer for that question. Moving to next, the velocity of light in vacuum is 3 into 10 raised to 10 centimeter second raised to minus. The velocity of light in a medium is. So മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/V ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? C ഡിവൈഡഡ് ബൈ V. കണ്ടുപിടിക്കേണ്ടതാ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. സോ V ഈസ് ഈക്വൽ ടു എന്താണ്? C ഡിവൈഡഡ് ബൈ N. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 10 raised to 10 divided by refractive index
1.5. That is equal to 2 into 10 raised to 10 centimeter raised to -1. അതാണ് നമ്മുടെ ഉത്തരം. ശരിയല്ലേ? ഓക്കെ. So this is the right answer. Yes. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. A point which produce additional luminous in fluorescence tube. So fluorescence ട്യൂബിൽ അഡീഷണൽ ഫ്ലൂറസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? സോ ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അൾട്രാവയലറ്റ് റേസ് ആണ് അതിൻ്റെ ഉത്തരം കേട്ടോ. അതുപോലെ കാണാൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ പോയിന്റ് ഓഫ് എ മയോപിക് ഐ ഈസ് 40 സെൻറ്റിമീറ്റർ. ദി ഡയോപ്റ്റിക് പവർ ഓഫ് എ കറക്റ്റീവ് ലെൻസ് ഈസ്. അപ്പോൾ നമുക്ക് 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ഫോക്കൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയോപ്റ്റിക് പവർ, ദാറ്റ് മീൻസ് ആ ലെൻസിൻ്റെ പവർ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണത്. സോ നമുക്കറിയാം ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ഫോക്കൽ ലെങ്ത് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 1 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 10 റേസ് ടു -2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 40. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2.5. ഓക്കെ. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? സി ആണ്. -2.5 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 48ാമത്തെ ക്വസ്റ്റ്യൻ. 2 thin lenses of focal length 20 cm and 25 cm are placed in contact. The effective power of the combination is effective power. So effective power of the combination ആണ്. സോ നമുക്ക് പവറിൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ P1 P2 എന്ന് പറഞ്ഞാൽ 2 ലെൻസുകളുണ്ട്. ആ 2 ലെൻസുകൾ കോണ്ടാക്ട് ടച്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P is equal to P1 plus P2 ആണ്. ഇത് 2 ലെൻസുകൾ ഇൻ ടച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലുള്ള കാര്യമാണ്. സോ P1 plus P2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ ഇവിടുത്തെ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ ഫോക്കൽ ലെങ്ത് F1 പ്ലസ് 1 ബൈ ഫോക്കൽ ലെങ്ത് F2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 20 ഇൻറ്റു സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 10 റേസ് ടു -2 പ്ലസ് 1 ബൈ 25 ഇൻറ്റു 10 റേസ് ടു -2. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 25 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. എത്രയാണ് നമ്മുടെ ഉത്തരം? 9. സോ ഇവിടെ 9D. ഈ D എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. D ഇസ് എ ഡയോപ്റ്റർ ഫോർ ഡയോപ്റ്റർ എന്ന് പറയുന്നത് ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ആണ്. ഇനി ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഫോർ എ പ്രിസം ഈസ് ഗ്രേറ്റസ്റ്റ് ഫോർ വയലറ്റ് ആണ് അല്ലേ? നമുക്കിങ്ങനെ ഒരു പ്രിസം ഉണ്ട്. ഇവിടെ ഒരു വൈറ്റ് ലൈറ്റ് വന്ന് ഇങ്ങനെ പോയി എന്ന് വിചാരിക്കുക അല്ലേ? നമുക്ക് വയലറ്റ് ഇവിടെയും റെഡ് ഇവിടെയും കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ചരിവ് എന്താണോ അതിനെയാണ് നമ്മൾ ഡീവിയേഷൻ D എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ളത് ആർക്കാണ്? വയലറ്റ് കളറിലാണ്. വയലറ്റ് കളർ. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. എ ഡബിൾ കോൺവെക്സ് എയർ ബബിൾ ഇൻ വാട്ടർ ബിഹേവ് ആസ് എ ഡൈവേർജന്റ് ലെൻസ്. എന്താണ് ഡൈവേർജന്റ് ലെൻസ്? നമ്മുടെ ഉത്തരം ഡൈവേർജന്റ് ലെൻസ് എന്നാണ് നമ്മുടെ ഉത്തരം. എന്താണ് ഡൈവേർജന്റ് ലെൻസ്? അതായത് ഒരു വാട്ടർ ഉണ്ട്. ഈ വാട്ടറിൻ്റെ അകത്ത് ഒരു എയർ ബബിൾ ഉണ്ട്. ആ എയർ ബബിൾ എന്ന് പറയുന്ന ഒരു ഡൈവേർജിങ് ലെൻസായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിരിക്കുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ സെക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യനിലേക്കാണ് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് 13.6 electron volt energy is required to ionize the hydrogen atom, then the energy required to remove an electron from n equal to 2 state is. So ionization energy. So ionization energy നമ്മൾ En. സോ അയണൈസേഷൻ എനർജി ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ വേണ്ട അയണൈസേഷൻ എനർജിയാണ് നമ്മൾ 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞത്. സോ E1 is equal to 13.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. E is equal to എത്രയാണ്? 13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. n സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. സോ സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ n equal to 2 ആണ്. സോ 13.6 ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ഡിവൈഡഡ് ബൈ n സ്ക്വയർ 4 അല്ലേ? ഏതാണ്? 3.4 കിട്ടും നമുക്കല്ലേ? എത്രയാണ്? 3.4 ഇലക്ട്രോൺ വോൾട്ട്. ഇത് നെഗറ്റീവ് ആണേ, നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ ആണേ.
അപ്പോൾ -3.4 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് വാല്യൂസാണ് നമ്മൾ കൊടുക്കേണ്ടത്. പോസിറ്റീവ് വാല്യൂസ് അത് ഇൻഫിനിറ്റി ലെവലും ആ സ്പെസിഫൈഡ് ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. സോ ഒരു ടേബിൾ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുന്നത് അത് 0 ആയി പോകും. സോ ബാക്കിയുള്ളതാണ് എത്ര 1/3.6 ഇലക്ട്രോൺ വോൾട്ട്. സോ സി ആണ് നമ്മുടെ ഉത്തരം. എത്രയാണ് 3.4 ഇലക്ട്രോൺ വോൾട്ടാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ബോർസ് മോഡൽ ഓഫ് an atom which of the following is an integral multiple of h/2π എന്നാണ്. h/2π h divided by 2π എന്നാണ്. In Bohr model of an atom which of the following is an integral multiple of h/2π. So Bohr model ആംഗുലർ മൊമെന്റം നമ്മൾ എഴുതുന്നുണ്ട്. ആംഗുലർ മൊമെന്റം L is equal to nh/2π. എന്താണ് nh divided by 2π. n എന്ന് പറയുന്നത് 1 2 3 4 ആണ്. സോ L എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റ് ആണ്. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി ആണോ? അല്ല. റേഡിയസ് ആണോ? അല്ല. പൊട്ടൻഷ്യൽ എനർജി ആണോ? അല്ല. ആംഗുലർ മൊമെന്റം. അപ്പോൾ L is equal to എന്താണ് nh/2π. അപ്പോൾ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്താണ് ഇലക്ട്രോണിക് ചാർജസ് ആണ്. ഏതിൻ്റെ കേസിൽ? ഫോർ ബോർ അറ്റോമിക് മോഡൽ. നെക്സ്റ്റ്, ഇൻ ബോർസ് മോഡൽ ദ അറ്റോമിക് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഈസ് r0. ദെൻ ദ റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റ്, ഇത് നമുക്ക് r0 എന്നാണ് കേട്ടോ, r0. ഓക്കെ, അപ്പോൾ ബോർ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. ബോർ റേഡിയസ് r is equal to r0 ഇൻറ്റു n² എന്നാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. r0 ഇൻറ്റു n². സോ ഏത് ഓർബിറ്റാണ്? ദ റേഡിയസ് ഓഫ് ദി തേർഡ് ഓർബിറ്റാണ്. സോ n is equal to എത്രയാണ്? 3. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇസ് r0 ഇൻറ്റു 3² is equal to 9r0. എന്താണ്? ഇറ്റ് 9r0. സോ ഇൻ ബോർ മോഡൽ ദ അറ്റോമിക് റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഈസ് r0. ദെൻ ദ റേഡിയസ് ഓഫ് ദ തേർഡ് ഓർബിറ്റ് ഈസ് എത്രയാണ്? 9r0. സോ നമ്മുടെ ഉത്തരം സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഓഫ് റേഡിയസ് r ഇൻ ഹൈഡ്രജൻ ആറ്റം ഈസ് പ്രപ്പോർഷണൽ ടു. സോ കൈനറ്റിക് എനർജിയുടെ ടേം ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓപ്ഷൻസ് ആദ്യം നോക്കാം. നമുക്ക് e²/r ഉണ്ട്, e²/2r ഉണ്ട്, 2e²/r ഉണ്ട്, e² ഡിവൈഡഡ് ബൈ 2r ഉണ്ട്. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. കൈനറ്റിക് എനർജി, സോ കൈനറ്റിക് എനർജി is equal to e² ഡിവൈഡഡ് ബൈ 8πε0 r. e² ഡിവൈഡ് ബൈ 8πε0 ഡിവൈഡ് ബൈ r. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ r വരുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ e² ഡിവൈഡ് ബൈ r, ഇതാണ് നമ്മുടെ ഉത്തരം. ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത്രയും വാല്യൂസ്. ഓക്കെ ആണേ, ശരി. ദ റേഷ്യോ ബിറ്റ്വീൻ ബോർ റേഡിയയുടെ റേഷ്യോ. സോ ബോർ റേഡിയ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ലേ, r is equal to r0 ഇൻറ്റു n² എന്നാണ് അല്ലേ. ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ 1, സെക്കൻഡ് ഓർബിറ്റിലാണെങ്കിൽ 4, തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ 9 അല്ലേ. 1ന് കറസ്പോണ്ടിങ്, 2ക്ക് കറസ്പോണ്ടിങ്, 3ക്ക് കറസ്പോണ്ടിങ് അല്ലേ. അപ്പോൾ 1:2:3, അപ്പോൾ 1:4:9. സോ സി ആണ് നമ്മുടെ ഉത്തരം, 1:4:9. ഓക്കെ ആണേ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാൽമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം വിൽ ബി. ബാൽമർ സീരീസിനെ കുറിച്ചാണ്. ബാൽമർ സീരീസ്. സോ ബാൽമർ സീരീസിൽ നമ്മൾ 1/λ is equal to RH into 1/n1² minus 1/n2². ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ബാൽമർ സീരീസ് നടക്കുന്നത്? സോ ബാൽമർ സീരീസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ലൈമാൻ ബാൽമർ സീരീസ്. സോ n equal to 2, n equal to 3, 4, 5 എക്സെട്ര എന്നാണ്. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും അടുത്തടുത്ത ലെവലുകൾ തമ്മിലുള്ള ട്രാൻസിഷന് ഇടയ്ക്ക് വരുന്ന വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് നോക്കിയേ നിങ്ങൾ. സോ അടുത്തടുത്തെന്ന് പറയുമ്പോൾ 3 to 2 ട്രാൻസ്ഫോർമേഷനിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് 3 to 2? അപ്പോൾ ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. 1/λ is equal to RH into 1/2² minus 1/3²
3 square. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓപ്ഷനാണ്. സോ 6557 ആംസ്റ്ററാണ്. പറ്റുമെങ്കിൽ ഈ വാല്യൂ കാണാൻ വേണ്ടി ചോദിക്കുക. എത്ര? 6557 ആംസ്റ്റം. ബാൽമർ സീരീസ് എന്ന് പറയുമ്പോൾ 6557 ആംസ്റ്റമാണ് അതിൻ്റെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. 6000 ആണ്. 6000 ആ റേഞ്ച് ഓർത്താൽ മതി. 6557 ആംസ്റ്റമാണ് ഫോർ ബാൽമർ സീരീസ്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ടേംസ് ഓഫ് റെബർ കോൺസ്റ്റന്റ് ആർ the wave number of the first Balmer line is. So 1/λ ആണ് നമ്മൾ വേവ് നമ്പർ എന്ന് പറയുന്നത്. 1/λ. So 1/λ is equal to equation RH into 1/n1 square minus 1/n2 square. That is equal to RH into 1/n1 square. So ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 3 നിന്നും n ഈക്വൽ ടു 2 ട്രാൻസ്ഫോർമേഷനാണ്. സോ 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RH ഇൻറ്റു എന്താണ് 9 - 4 ഡിവൈഡഡ് ബൈ 36. ദാറ്റ് ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 5/36. ഉണ്ടോ? ഇതാണ് ഉത്തരം. അതായത് ഇതൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. 5RH ഡിവൈഡ് ബൈ 36 ബൈ വന്നിട്ടില്ല ഇവിടെ. സി ആണ് നമ്മുടെ ഉത്തരം. കണ്ടോ? അടുത്തത്, ദ അയണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഫോളോവിങ് ബോർസ് തിയറി ദ എനർജി കറസ്പോണ്ടിങ് ടു ട്രാൻസിഷൻ ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ്. തേർഡും ഫോർത്തും ഓർബിറ്റും തമ്മിലുള്ള എനർജി ട്രാൻസിഷനിൽ ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് E4 മൈനസ് E3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു E4 എന്ന് പറയുമ്പോൾ E4 മൈനസ് E3 മൈനസ് 13.6 ഡിവൈഡ് ബൈ 4 സ്ക്വയർ 16 മൈനസ് 13.6 ഡിവൈഡ് ബൈ 9. സോ മൈനസ് 13.6 ഡിവൈഡ് ബൈ 16 പ്ലസ് 13.6 ഡിവൈഡ് ബൈ 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.66 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഓപ്ഷൻ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ 0.66 ഇലക്ട്രോൺ വോൾട്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ 59th ക്വസ്റ്റ്യൻ. ദ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദി nth ഓർബിറ്റ് ഈസ് En. ദെൻ ദ എനർജി ഇൻ ദി nth ഓർബിറ്റ് ഓഫ് സിംഗിൾ അയണൈസ്ഡ് ഹീലിയം ആറ്റം ഈസ്. സിംഗിളി അയണൈസ്ഡ് ആയിട്ടുള്ള ഹീലിയം ആറ്റത്തിൻ്റെ എനർജി ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ എനർജി ഇക്വേഷൻ നമുക്കറിയാം. En എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 13.6 ഡിവൈഡ് ബൈ n സ്ക്വയർ ആണ്. ഇപ്പോൾ ഈ അയണൈസ്ഡ് എന്ന് പറയുന്ന ടേമുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ Z സ്ക്വയർ കൂടി വേണം. Z സ്ക്വയർ കണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിപ്പോൾ ഫസ്റ്റ് ഓർബിറ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. nth ഓർബിറ്റാണ് En. സോ ഇവിടെയാണെങ്കിൽ മൈനസ് 13.6 ഡിവൈഡ് ബൈ n സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ ആണ്. സോ En ഡാഷ് എന്ന് തുടങ്ങാം കേട്ടോ. Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹീലിയത്തിൻ്റെ He24 എന്നാണ്. സോ ഇവിടുത്തെ Z എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സ്ക്വയർ ആണ്, അതായത് 4 ആണ് അല്ലേ? അപ്പോൾ ഇത്രയത്തിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? En എന്ന് കൊടുക്കാം. അപ്പോൾ 4En എന്നെഴുതാം. 4En. സോ 4En. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഇതിനെയാണ് നമ്മൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ്, ഓൺ മൂവിങ് അപ്പ് ഇൻ ദി എനർജി സ്റ്റേറ്റ് ഓഫ് എ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് എനർജി ലെവൽസ് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഡിക്രീസസ്, ഇൻക്രീസസ്, ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ്, ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഓക്കെ, ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് നമ്മുടെ ഉത്തരം. ഡിക്രീസസ് ആണ്. കാരണം എന്താ? നമുക്ക് എനർജിയുടെ ഇക്വേഷൻ അറിയാം. എനർജി En എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജി En ഈസ് ഈക്വൽ ടു മൈനസ് 13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്നാണ്. മൈനസ് 13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് 13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ. അപ്പോൾ നമുക്കിപ്പോൾ എന്നിൻ്റെ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ടല്ലേ, 1 2 3 4. സോ ഇവിടെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്, ഇവിടെ എനർജി ഡിഫറൻസ് ഉണ്ട്, ഇവിടെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. സോ ഈ വാല്യൂ മുകളിലേക്ക് കയറി പോകും തോറും എന്നിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ വാല്യൂസ് കുറയും. കാരണം അത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്.
സോ ഡിക്രീസസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം n equal to 4, 5, 6 to n equal to 3 കറസ്പോണ്ടിങ് ടു. അപ്പോൾ നമ്മൾ സ്പെക്ട്രൽ സീരീസുകൾ പറയാറുണ്ട് അല്ലേ, സ്പെക്ട്രൽ സീരീസുകൾ ഇങ്ങനെ ലൈനുകൾ. ഇവിടെ n equal to 1, 2, 3, 4. സോ 1ലേക്കാണെങ്കിൽ അതിനെ നമ്മൾ ലെയ്മാൻ സീരീസ് എന്ന് പറയും. 2ലേക്കാണെങ്കിൽ അതിനെ നമ്മൾ ബാൽമർ സീരീസ് എന്ന് പറയും. പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഇങ്ങനെ നമ്മൾ പോകുന്നു. അപ്പോൾ 3ലേക്കുള്ള ട്രാൻസിഷന് വിളിക്കുന്ന പേരെന്താണ്? പാഷൻ സീരീസ്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. എന്താണ്? പാഷൻ സീരീസ്. ഓക്കെ ആണ്. ശരി. ആസ് പെർ ബോർ മോഡൽ ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഡബ്ലി അയണൈസ്ഡ് ലിത്തിയം ആറ്റം. സോ ഡബ്ലി അയണൈസ്ഡ് ആയിട്ടുള്ള ലിത്തിയം ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി എത്രയാണ്? സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n equal to 1 എന്ന് പറയുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ നമുക്കറിയാം, എനർജി En ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ n² ഇൻറ്റു z² ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ n² 1² ഇൻറ്റു z² എത്രയാണ്? z ഈസ് ഈക്വൽ ടു 3 ആണ്, ലിത്തിയാണ്. സോ 9. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗോട്ട് എ വാല്യൂ 122.4 ഇലക്ട്രോൺ വോൾട്ട്. സോ ദിസ് ഈസ് ആൻസർ, റൈറ്റ് ആൻസർ ഡി. 112.4 ഇലക്ട്രോൺ വോൾട്ടാണ് എന്ത് ഡബ്ലി അയണൈസ്ഡ് ലിത്തിയം ആറ്റത്തിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെക്ട്രൽ സീരീസ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഗീവ് സ്പെക്ട്രൽ ലൈൻ ഓഫ് 4860 ആംസ്ട്രോം. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം പറയാം, ഇത് ബാൽമർ സീരീസ് അല്ല എന്ന് നമുക്ക് ആദ്യമേ തന്നെ പറയാൻ പറ്റും. കാരണം എന്താ? ബാൽമർ സീരീസ് അല്ല. കാരണം ബാൽമർ സീരീസിൻ്റെ ഏകദേശം ഒരു 5000-6000 റേഞ്ചിന് മുകളിലാണ് ബാൽമർ സീരീസിൻ്റെ വരുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെക്ട്രൽ സീരീസ് ഇൻ ഹൈഡ്രജൻ ആറ്റം ഗീവ്സ് ദി സ്പെക്ട്രൽ ലൈൻ ഓഫ് 4860 ആംസ്ട്രോം. സോ ഇവിടെ ഉത്തരം സി ആണ്, പാഷൻ സീരീസ് ആണ്. പാഷൻ സീരീസ് എന്താണ്? പാഷൻ സീരീസ്. ഓക്കെ ആണേ. ശരി. ഇനി ദ ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം ഇൻ 1898 വാസ് പ്രപ്പോസ്ഡ് ബൈ. സോ ആദ്യത്തെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ. ഓക്കെ. സി, ജെ തോംസൺ. The first model of atom in 1898 was proposed by എന്താണ്? ജെ തോംസൺ ആണ്. നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, പ്ലം പുഡിംഗ് മോഡൽ. സോ ജെ തോംസൺ ആണ് അത് കൊണ്ടുവന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 65. ഇൻ ഗിഗർ മാർഡൻ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ദ ട്രജക്ടറി ട്രേസ്ഡ് ബൈ എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയും. ഇമ്പാക്ട് പാരാമീറ്റർ. In Geiger-Master's scattering experiment, the trajectory traced by a particle depend on impact parameter. In Geiger-Master's scattering experiment, the number of scattered particles detected are maximum and minimum at the scattering angle of 0 maximum and minimum is 0 and 180. Geiger-Master's scattering experiment, the number of scattered particles detected are maximum and minimum at the scattering angle of 0 and 180. സോ ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഇങ്ങനെ ഉണ്ട്. സോ ഇവിടെ സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ പറയുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത് 0 ഡിഗ്രി നടക്കും. അതുപോലെ ഏറ്റവും കുറവ് സ്കാറ്ററിംഗ് നടക്കുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണേ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 67ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഗിഗർ-മാസ്റ്റർ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഇൻ കേസ് ഓഫ് ഹെഡ് ഓൺ കൊളീഷൻ ദ ഇമ്പാക്ട് പാരാമീറ്റർ വിൽ ബി മാക്സിമം. It is maximum. In Geiger-Master's experiment, in case of head-on collision, the impact parameter should be maximum. Okay. Rutherford experiment suggested that
the size of the nucleus is about the order. So ന്യൂക്ലിയസിൻ്റെ സൈസ് ഏത് ഓർഡറിലാണ് വരുന്നത്? അപ്പോൾ റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. സോ ആ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ ഏത് ഓർഡറിലാണ് നമ്മുടെ ന്യൂക്ലിയർ സൈസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ആണ്. 10⁻⁻15 മുതൽ 10⁻14 ആ ഒരു റേഞ്ചിലാണ് ന്യൂക്ലിയർ അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ്. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് അബൌട്ട് 10⁻15 to 10⁻14. അപ്പോൾ 15 ഓർഡറും കാരണം നമ്മൾ ന്യൂക്ലിയർ റേഡിയസിന് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. R = R0 × A⁻1/3 വേറെ ഈസ് ദി അറ്റമിക് നമ്പർ. സോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫെംകോമീറ്ററിലാണ് നമ്മൾ പറയുന്നത്. ഈ ഫെംകോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻15 ആണ്. അപ്പോൾ ഇവിടെയും 10⁻15 നിന്നും എങ്ങോട്ടാണ് 10⁻14 റേഞ്ച്. സോ ആ റേഞ്ചിലാണ് റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ന്യൂക്ലിയസിൻ്റെ സൈസിൻ്റെ റേഞ്ച് ഡിഫൈൻ ചെയ്തു പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെക്ട്രൽ സീരീസ് ഫാൾസ് വിത്തിൻ ദി വിസിബിൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? സോ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട് അല്ലേ, UV ഉണ്ട്, വിസിബിൾ ഉണ്ട്, IR ഒക്കെ ഉണ്ട്. സോ നമുക്ക് ലൈമാൻ സീരീസ് എൽ സീരീസ് ഏത് റേഞ്ചിലാണ് വരുന്നതെന്ന് നമുക്ക് പറയണം. സോ ഇത് UV റേഞ്ചിലാണ് വരുന്നത് എൽ സീരീസ്. ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ് ആണെങ്കിൽ വിസിബിൾ, ബാൽമർ സീരീസ്, പാഷൻ സീരീസ് ആണെങ്കിൽ IR, ലൈമാൻ സീരീസ് UV, ലൈമാൻ സീരീസ്, ബാൽമാൻ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്. സോ ഇതും എന്താണ് IR നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെക്ട്രൽ സീരീസ് ഫാൾ വിത്തിൻ ദി വിസിബിൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? സോ ഏത് റേഞ്ചിലാണ് വരുന്നത്? വിസിബിൾ റീജിയനിൽ ബാൽമറാണ്. സോ D ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ലൈമാൻ എന്ന് പറയുമ്പോൾ UV റീജിയനിൽ വരുന്നു, ബാൽമർ എന്ന് പറയുമ്പോൾ വിസിബിൾ റീജിയൻ എന്ന് പറയുന്നു. അതിനുശേഷം വരുന്നത് പാഷൻ ആണെങ്കിലും ബ്രാക്കറ്റ് ആണെങ്കിലും പീഫണ്ട് ആണെങ്കിലും അത് IR റീജിയനിലാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ വിസിബിൾ, UV, വിസിബിൾ, IR. എങ്ങനെയാണ്? UV, വിസിബിൾ, IR. ആ ഒരു ഓർഡർ കൊടുത്തിരിക്കുക, UV, വിസിബിൾ, IR. സീരീസിൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ സുഖമായിട്ട് എഴുതാം. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം പറഞ്ഞത്. ദ ഫസ്റ്റ് സ്പെക്ട്രൽ സീരീസ് വാസ് ഡിസ്കവേർഡ് ബൈ. നമ്മൾ ആദ്യം ലൈമാൻ സീരീസാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും B ഓപ്ഷൻ കറുപ്പിക്കും. പക്ഷേ ഫസ്റ്റ് സീരീസ് ഡിസ്കവേർഡ് ചെയ്തത് ലൈമാൻ അല്ല. സോ ഫസ്റ്റ് സീരീസ് ഡിസ്കവേർഡ് ചെയ്തത് നമ്മുടെ ബാൽമറാണ്. ദ ഫസ്റ്റ് സ്പെക്ട്രൽ സീരീസ് വാസ് ഡിസ്കവേർഡ് ബൈ ബാൽമർ. ഓക്കെ, ലൈമാൻ എഴുതരുത്. അടുത്തത്, which of the following postulates of the Bohr model lead to quantization of energy of the hydrogen atom? താഴെ പറയുന്നതിൽ ഏതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് ലീഡ് ചെയ്യുന്ന പോയിന്റ്? The electron goes around the nucleus in a circular orbit. The angular momentum of the electron can only be integral multiple of h/2π. The magnitude of the linear momentum of the electron is quantized. The quantization of energy is itself a postulate of the Bohr model. സോ ഇതിൽ ഏതാണെന്നുള്ളതാണ് നമുക്ക് ഇത്. ഓക്കെ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ്? ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ക്യാൻ ബി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. നമ്മൾ പഠിച്ചായിരുന്നു LECകളുടെ എന്താണ്? NH/2π എന്താണ്? 2π അല്ലേ, NH/2π ക്വാണ്ടൈസേഷൻ ആണ്. ഓക്കെ, അടുത്തത് ബോർ മോഡൽ ഓഫ് ആറ്റം. ഇതിൽ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറയുന്ന ഏതോ ഒരു കാര്യമുണ്ട്, അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ എന്നുള്ളതാണ്. അസ്യൂം ദാറ്റ് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. സോ ഒരുപാടൊന്നും ആലോചിക്കേണ്ടത് ഇത് തന്നെയാണ് ഓപ്ഷൻ. കാരണം കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു LECകളുടെ എന്താണ്? NH/2π എന്നാണ്. സോ ദ ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആൻഡ് ആംഗുലർ മൊമെൻറ്റം LE= NH/2π. ഓക്കെ, അടുത്തത്, ഇഫ് ദ റേഡിയസ് ഓഫ് innermost electronic orbit of a hydrogen atom is 5.3 nanometer, then the radius of N=2 orbit is. N=2 ഓർബിറ്റിൻ്റെ റേഡിയസ് എന്താണെന്ന് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. റേഡിയസിൻ്റെ ഇക്വേഷൻ R = 0.53 ആംസ്ട്രം എന്നാണ് ഇൻറ്റു n². ഇത്രയാണ് ഇക്വേഷൻ വരുന്നത്. ഒരുപാട് കോൺസ്റ്റൻസ് ഉണ്ട്. ആ കോൺസ്റ്റൻസിനെല്ലാം നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് 0.53 ആംസ്ട്രം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് 0.53 ഇൻറ്റു 10⁻⁻10 n² എന്ന് എഴുതാമല്ലോ. എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 0.53 ഒരു പോയിന്റ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5.3 ഇൻറ്റു 10⁻⁻9 നാനോമീറ്റർ ഇൻറ്റു n² എന്ന് എഴുതാം. ശരിയല്ലേ? അല്ലെ, അത്രയൊന്നും പോകണ്ട. R = 0.53 n² ആംസ്ട്രം ഇങ്ങനെ എഴുതുക.
എന്നിട്ട് 0.53 ഇൻറ്റു n സ്ക്വയർ n ഈക്വൽ ടു 2 ആണ്. സോ 4 ആംസ്ട്രോം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.12 ആംസ്ട്രോം. ഇത്രയുള്ള പരിപാടി. ബി ആണ് നമ്മുടെ ഉത്തരം. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ എനർജി ആണെങ്കിൽ -13.6 ഇൻറ്റു z²/n². ഓർബിറ്റർ റേഡിയസ് ആണെങ്കിൽ r ഈസ് ഈക്വൽ ടു എന്താണ് 0.53 n² ആംസ്ട്രോം.